ഈ കുട്ടി കസ്റ്റഡിയിലുണ്ടായിരുന്നപ്പോൾ ഇത് ഈ ലൈസോൾ എടുത്ത് കുടിച്ചിട്ട് ആശുപത്രിയിലായി. അത് ആത്മഹത്യക്ക് ശ്രമിച്ചാണ്. ലൈസോൾ കുടിച്ച് ആശുപത്രിയിലായി. നമസ്കാരം. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്ന വിഷയം പാറശാല ഷാരോണിൻ്റെ വധം തന്നെയാണ്. ഷാരോണിനെ പാരാക്വിറ്റ് എന്ന വിഷം ജ്യൂസിൽ ചേർത്ത് നൽകിയത് ഷാരോണിൻ്റെ കാമുകിയായ ഗ്രീഷ്മ തന്നെയാണ്. കേവലം 24 വയസ്സ് മാത്രം പ്രായമുള്ള ഗ്രീഷ്മ തൻ്റെ ജീവിതത്തിന് തടസ്സമാകും എന്ന് കണക്കാക്കിക്കൊണ്ട് തൻ്റെ വൈവാഹിക ജീവിതത്തിന് ഷാരോൺ ഒരു വെല്ലുവിളിയായി തീരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏത് വിധേനയും ഷാരോണിനെ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് ഇത്രയും ക്രൂരമായ മൃഗീയമായ ഒരു കൊലപാതകം ചെയ്തത് എന്നാണ് ഇപ്പോൾ കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ഈ കേസിൽ ഗ്രീഷ്മയ്ക്കെതിരെ നിരവധി വകുപ്പുകളാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. വീട്ടിലേക്ക് അന്യായമായി വിളിച്ചു വരുത്തി, വിഷം നൽകി കൊലപ്പെടുത്തി, വിശ്വാസവഞ്ചന കാണിച്ചു, പ്രണയത്തെ തന്നെ കൊല്ലുന്ന തരത്തിൽ പെരുമാറി വിശ്വാസവഞ്ചന നടത്തിയിരിക്കുന്നു. ഇത് തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകും. തന്നെ ഇഷ്ടപ്പെടുന്ന, തന്നെ പ്രണയിക്കുന്ന ഒരാളെ വിളിച്ചു വരുത്തി അയാളെ കൊല്ലുക എന്നുള്ളത് സമൂഹത്തിന് തെറ്റായ സന്ദേശം തന്നെയാണ് നൽകുന്നത്. അതുകൊണ്ട് ഗ്രീഷ്മയ്ക്ക് കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ, പരമാവധി ശിക്ഷ, മരണം വരെ തൂക്കിലിടുക എന്നുള്ള ഒരു ശിക്ഷ തന്നെയാണ് പാറശാല സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത്. പാറശാല സെഷൻസ് കോടതി ജഡ്ജി AM ബഷീർ വിധിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വിധിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കേരളത്തിൽ നിരവധി വിവാദങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഷാരോണിനെ ഏത് വിധേനയും തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാൻ വേണ്ടി ഗ്രീഷ്മ ആവത് പറഞ്ഞിട്ടും ഷാരോൺ ജീവിതത്തിൽ നിന്നും മാറാതെ തന്നെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിലാണ് ഗ്രീഷ്മയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. എന്നാൽ തൻ്റെ പ്രാണനേക്കാൾ ഉപരിയായി ഗ്രീഷ്മയെ സ്നേഹിച്ചിരുന്ന ഷാരോൺ താൻ മരിക്കുകയാണ്, അതിന് കാരണക്കാരി ഗ്രീഷ്മ തന്ന ജ്യൂസാണ്, കഷായ ജ്യൂസാണ് എന്ന് മനസ്സിലാക്കിയിട്ടും മരണം വരെ ഗ്രീഷ്മയുടെ പേര് എവിടെയും ഷാരോൺ വിളിച്ചു പറഞ്ഞിരുന്നില്ല, ഗ്രീഷ്മയെ കുറ്റപ്പെടുത്തിയിരുന്നില്ല എന്ന് തന്നെയാണ് മറ്റൊരു വിഭാഗവും പറയുന്നത്. അതെന്ത് തന്നെയായാലും ഷാരോൺ മരിക്കുന്നതിന് മുമ്പ് പാരാക്വിറ്റ് എന്ന വിഷം ഉള്ളിൽ ചെന്നതിൻ്റെ പരിണിത ഫലമായി ഷാരോണിൻ്റെ നാവ് അഴുകി അടർന്നു മാറുകയും കിഡ്നിയും കരളുമെല്ലാം ദ്രവിച്ച് നാശോന്മുഖമാകുകയും ചെയ്തു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. വളരെ ആസൂത്രിതമായി തന്നെയാണ് ഗ്രീഷ്മ ഇത്തരത്തിൽ ഒരു കൊലപാതകം ചെയ്തത്. അതുകൊണ്ട് ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകുന്നു എന്നാണ് സെഷൻസ് കോടതി ജഡ്ജി AM ബഷീർ പറഞ്ഞത്. എന്നാൽ ഈ വിധിയുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുകയാണ് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് കമാൽ പാഷ. ഈ വിധിയുമായി മേൽക്കോടതിയിലേക്ക് ഗ്രീഷ്മയുടെ ആരെങ്കിലും ഒരു ഹർജിയുമായി പോകുകയാണെങ്കിൽ തീർച്ചയായും മേൽക്കോടതിയിൽ ഈ വിധി നിലനിൽക്കില്ല എന്ന് തന്നെയാണ് ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നത്. 23 24 വയസ്സ് മാത്രം പ്രായമുള്ള പക്വതയില്ലാത്ത ഒരു കുട്ടി ചെയ്ത ഒരു പ്രവൃത്തി, കുറ്റത്തെ താൻ ന്യായീകരിക്കുന്നില്ല. എന്നാൽ അവളുടെ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന ഒരാളെ പലകുറി ജീവിതത്തിൽ നിന്നും തട്ടിമാറ്റാൻ ശ്രമിച്ചിട്ടും അയാൾ പിന്മാറാതെ ഗ്രീഷ്മയുടെ ജീവിതത്തിലേക്ക് ഒരു ശല്യം പോലെ പടർന്നു കയറിയപ്പോൾ ഏത് വിധേനയും ഗ്രീഷ്മ തന്നെ തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഗ്രീഷ്മ തന്നെ ജ്യൂസിൽ വിഷം കലർത്തി അത് കഴിച്ച് ജീവൻ ഒടുക്കും എന്നുള്ള ഘട്ടം വന്നപ്പോൾ ആ സന്ദർഭത്തിലാണ് ഷാരോൺ അവിടെ കയറി ചെല്ലുന്നത്. ഇപ്പോൾ എന്താണ് നീ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ വിഷം കലർത്തി വച്ചിരിക്കുന്നു, ഞാൻ കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ അതിങ്ങ് തരൂ, ഞാൻ കഴിക്കാം എന്ന് പറഞ്ഞ് ഷാരോൺ വാങ്ങി കഴിച്ചതാണ് എന്നാണ് ഇപ്പോൾ ജസ്റ്റിസ് കമാൽ പാഷ അടക്കമുള്ള ആളുകൾ നിരീക്ഷിച്ചിരിക്കുന്നത്. അതിൻ്റെ വാസ്തവികത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. എന്നാൽ പറഞ്ഞു കേൾക്കുന്നതിന് വിഭിന്നമായി ഷാരോൺ ഗ്രീഷ്മയുടെ ജീവിതത്തിൽ ഒരു ശല്യമായതിൻ്റെ പേരിൽ അയാളെ ഏത് വിധേനയും ഒഴിവാക്കാൻ ശ്രമിച്ചിട്ട് അത് നടന്നില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ താൻ തന്നെ വിഷം കഴിച്ച് മരിക്കാം എന്ന് തീരുമാനിച്ചിരിക്കുന്ന അവസരത്തിൽ തൻ്റെ വീട്ടിലേക്ക് കയറി വന്ന് ഷാരോൺ താൻ കഴിക്കാൻ വെച്ച് ജ്യൂസ് എടുത്ത് കഴിച്ചു എന്ന തരത്തിലുള്ള ജസ്റ്റിസ് കമാൽ പാഷയുടെ ഈ പരാമർശങ്ങൾ കേരളീയ പൊതുബോധം ഏത് തരത്തിൽ മനസ്സിലാക്കും എന്നുള്ളത് അറിയില്ല. അതിൻ്റെ വാസ്തവവും എന്താണ് എന്ന് നമുക്കറിയില്ല. എന്നാൽ ഗ്രീഷ്മ മാതാപിതാക്കൾക്ക് ഒരു കുട്ടിയാണെന്നും അവർ MAക്ക് പഠിക്കുകയാണെന്നും പഠിക്കാൻ മിടുക്കിയായ വിദ്യാർത്ഥിനിയാണെന്നും ജീവിതം ഇനിയും കിടക്കുന്നതേയുള്ളൂ, അതുകൊണ്ട് തന്നെ മാനസാന്തരപ്പെട്ട് സമൂഹത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള സാഹചര്യം ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം, കേവലം കുറഞ്ഞ ശിക്ഷ മാത്രം കൊടുക്കണം എന്നൊക്കെ തരത്തിലുള്ള ഗ്രീഷ്മയുടെ അഭിഭാഷകന്റെ വാദങ്ങളൊന്നും തന്നെ ജസ്റ്റിസ് AA ബഷീർ കേട്ടില്ല. പരമാവധി ശിക്ഷ തന്നെ കൊടുത്തിരിക്കുന്നു. മരണം വരെ തൂക്കിലേറ്റാനാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ 3 ലക്ഷം രൂപയും പല ഇനങ്ങളിലായി വിധിച്ചിട്ടുണ്ട്. ഈ പണം അത്രയും ഷാരോണിൻ്റെ മാതാപിതാക്കൾക്ക് കൊടുക്കണം എന്നുകൂടി കോടതി വിധിച്ചിരിക്കുന്നു. അതെന്ത് തന്നെയായാലും ഗ്രീഷ്മയുടെ ബന്ധുക്കൾ ഈ കേസിൽ അപ്പീലുമായി ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഈ കേസ് മേൽക്കോടതിയിൽ ഒരു കാരണവശാലും നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിയായ ജസ്റ്റിസ് കമാൽ പാഷ പറയുമ്പോൾ ഈ കേസിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. എന്നാൽ ഷാരോണിനെ
ഗ്രീഷ്മ വിഷം കൊടുത്തു കൊന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണവശാലും തനിക്ക് ന്യായീകരിക്കാൻ സാധിക്കില്ല എന്നുകൂടി ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നു. പക്ഷേ ഈ കേസ് മേൽക്കോടതിയിൽ നിലനിൽക്കില്ല. ഏറിപ്പോയാൽ ഒരു ജീവപര്യന്തത്തിൽ തീരാവുന്ന ഒരു കേസ് മാത്രമാണിത്. എന്തുകൊണ്ടാണ് സെഷൻസ് കോടതി ഇത്തരത്തിലൊരു വിധി പ്രഖ്യാപിച്ചതെന്ന് തനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുകൂടി മുൻ ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് കമാൽ പാഷ പറയുമ്പോൾ ഈ കേസിന്റെ വരുന്ന ആളുകൾ കൂടുതൽ ദുരൂഹമായി മാറും. മേൽക്കോടതിയിൽ ഗ്രീഷ്മയുടെ ശിക്ഷ ലഘൂകരിച്ച് കിട്ടുമോ എന്നുള്ള അങ്കലാപ്പിൽ തന്നെയാണ് ഇപ്പോൾ പൊതുജനം. എന്താണ് സംഭവിക്കാൻ പോകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. നിയമത്തിന്റെ വഴിക്ക് പോകണം. നിയമത്തിൻ്റെതായ വ്യാഖ്യാനങ്ങൾ നടത്തുമ്പോൾ സാധാരണക്കാരായ നമുക്ക് അതേക്കുറിച്ചൊന്നും പറയാൻ സാധിക്കില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കോടതി അലക്ഷ്യമാകും. കോടതി അലക്ഷ്യമാകാൻ പാടില്ല. കോടതിയെ സമ്പൂർണ്ണമായി തന്നെ നാം എല്ലാവരും വിശ്വസിക്കുന്നു. ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും നമ്മുടെ സാധാരണ ജീവിതത്തിന്റെ പൗരജീവിതത്തിന്റെ രണ്ട് നെടുംതൂണുകൾ തന്നെയാണ്. ഇവയെ ധിക്കരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എക്സിക്യൂട്ടീവിന്, അതായത് നമ്മുടെ ജനായത്ത ഭരണ സംവിധാനത്തിന് ഏതെങ്കിലും തരത്തിൽ തെറ്റുകൾ പറ്റുകയാണെങ്കിൽ അതിനെ തിരുത്തേണ്ട ബാധ്യത ജുഡീഷ്യറിക്ക് തന്നെയാണ്. അതുകൊണ്ട് സാധാരണക്കാരുടെ അവസാനത്തെ അത്താണി ജുഡീഷ്യറി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ന്യായാസനങ്ങളെ, നീതിപീഠങ്ങളെ എല്ലാവരും മാനിക്കുന്നു. നീതിപീഠത്തിൽ നിന്നുണ്ടാകുന്ന ന്യായവിധികളെയും എല്ലാവരും മാനിക്കുന്നു. കോടതിയെ ചോദ്യം ചെയ്യുന്നില്ല. എന്നാൽ ജസ്റ്റിസ് കമാൽ പാഷ ഷാരോൺ വധവുമായി ബന്ധപ്പെട്ട് പാറശാല സെഷൻസ് കോടതി നടത്തിയ വിധിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഇപ്പോൾ സമൂഹ മധ്യത്തിൽ വിവാദമായിരിക്കുന്നു. ഈ വിഷയത്തിൽ ഇനി സമൂഹ മധ്യത്തിൽ എന്തൊക്കെ തന്നെ നടക്കും ഇല്ല എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.